ഫീബ ഓൺലൈൻ മലയാളം ലൈവ് ശ്രദ്ധിക്കാൻ തയ്യാറായതിന് നന്ദി. അനുദിന ജീവിതത്തിൽ നാം പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ നേരിടുന്നവരാണ്. ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസിക ആരോഗ്യവും വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇന്നത്തെ ഫീബ ഓൺലൈൻ മലയാളം ലൈവിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് ജംഷഡ്പൂർ ടാറ്റ മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും സൈക്കാട്രിക് കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റുമായിരിക്കുന്ന ഡോക്ടർ ഗീതു പാർവതിയാണ്. മാം, ഇന്നത്തെ ഈ പ്രത്യേക എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓരോ ദിവസവും നമുക്ക് സന്തോഷവും ദുഃഖവും ഒക്കെ വരാറുണ്ട്. അപ്പം മനുഷ്യ സഹജമാണ്. എന്നാൽ ചില സമയത്തൊക്കെ നാം വളരെ വിഷാദത്തിലൊക്കെ പോകാറുണ്ട്. എപ്പോഴാണ് ഈ നമ്മുടെ ഇമോഷണൽ ഫീലിങ്സ് ഒക്കെ ഒരു മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നത്? അത് നമുക്ക് എങ്ങനെയാണ് അത് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ആദ്യമായി ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് പ്രിയപ്പെട്ട ജിബുവിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മളുടെ മാനസിക ആരോഗ്യത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് ലോകാരോഗ്യ സംഘടനയുടെ ഒരു ഡെഫിനിഷൻ തന്നെയുണ്ട്. ദൈനംദിന ജീവിതത്തിലെ ചെറിയ വിഷമങ്ങളോ ദുഃഖങ്ങളോ ഒന്നും തന്നെ മാനസിക രോഗവും നമ്മളാരും വിളിക്കാറില്ല. ചെറിയ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും. എപ്പോഴാണോ ഏതൊരു വിധത്തിലുള്ള ദുഃഖങ്ങളായാലും ചിലപ്പോൾ സന്തോഷങ്ങളായാലും എന്ത് തരത്തിലുള്ള പെരുമാറ്റ പ്രശ്നങ്ങളായാലും ഒരു പരിധി വിട്ട് നമ്മളുടെ ജീവിതത്തെയോ നമുക്ക് ചുറ്റുമുള്ളവരെയോ അല്ലെ നമ്മളുടെ ഒരു ദൈനംദിന ജീവിതത്തിലെ മറ്റ് പ്രവർത്തികളെ, നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസം, ഇത്തരം കാര്യങ്ങളെയോ ബാധിക്കാൻ തുടങ്ങുന്നത്, നമുക്ക് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റാതെ വരുന്നത്, ആ ഒരവസ്ഥയിലാണ് നമ്മളതിനെ മാനസിക രോഗം എന്ന് പറയുന്നത്. അല്ലാതെ കോമൺ ആയിട്ടുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ചെറിയൊരു വിഷമം വന്നു, പരീക്ഷയിൽ പ്രശ്നങ്ങൾ വന്നു, അല്ലെ ജോലിയിൽ പ്രശ്നം വന്നു, കുറച്ച് ദിവസം വിഷമിച്ചിരുന്ന അതൊരിക്കലും ഡിപ്രഷനോ അങ്ങനെ ലേബൽ ചെയ്യാൻ സാധിക്കില്ല. ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ട് ഒരു പരിധി വിട്ട് നമ്മുടെ ജീവിതത്തിനെ അത് ബാധിക്കുകയാണ്. നമുക്ക് തന്നെ അത് അറിയാം, നമ്മളുടെ കൈവിട്ട് പോകുന്നു ഒരവസ്ഥ നമുക്കോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർക്കും ചിലപ്പോൾ തോന്നാം. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞെന്ന് വരില്ല ചില മാനസിക പ്രശ്നങ്ങൾ. നമ്മുടെ ചുറ്റുമുള്ളവരായിരിക്കും ചിലപ്പോൾ ആദ്യം തിരിച്ചറിയുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ മാത്രമാണ് നമ്മളതിനെ മാനസിക രോഗം, ഒരു രോഗം ആകുന്നത് ആ ഒരു അവസ്ഥയിൽ. ഇതൊരു സ്വയം തിരിച്ചറിവാണ്. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സ്വയം തിരിച്ചറിവിലേക്ക് വരുന്നതെന്നാണ്. അപ്പം ഈ മാനസിക ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നതിന് എന്തൊക്കെ ഘടകങ്ങളാണുള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് വേണ്ടി വരുന്നത്? ഞാൻ ഒന്ന് ആഡ് ചെയ്തോട്ടെ ജിബു. മാനസിക ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾക്ക് മുന്നേ സ്വയം തിരിച്ചറിവ്, അല്ലെങ്കിൽ ഞങ്ങള് മനഃശാസ്ത്രജ്ഞര് അല്ലെ മനോരോഗ വിദഗ്ധരൊക്കെ ഇൻസൈറ്റ് എന്ന് പറയും, തിരിച്ചറിവ് അല്ലെ അവബോധം. അപ്പൊ അത് എല്ലാ മാനസിക പ്രശ്നങ്ങളിലും ഉണ്ടാവണമെന്നും നിർബന്ധം ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യം. ചില പ്രശ്നങ്ങളിൽ, അതായത് ഉത്കണ്ഠ രോഗങ്ങളിലും വിഷാദ രോഗങ്ങളിലും കുറെയൊക്കെ സ്വയം തിരിച്ചറിവ് ഉണ്ടായെന്ന് വരും. മറ്റ് ചില മാനസിക പ്രശ്നങ്ങൾ, അതായത് സ്കിസോഫ്രീനിയ പോലെയുള്ള ചിത്തഭ്രമം അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡർ, അത്തരം മാനസിക പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിൽ കാണപ്പെടുന്ന ADHD, അത്തരം മാനസിക പ്രശ്നങ്ങളിൽ ചിലപ്പോൾ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. അപ്പം മാം പറയുന്നത് മാനസിക ആരോഗ്യത്തെ പല രീതിയിൽ നാം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്കിസോഫീനിയ, അതുപോലെ ബൈപോളർ ഡിസോർഡർ, ഇതൊക്കെ ശരിക്കും ചിത്തഭ്രമം പോലുള്ള അതൊരു ഭാഗം. പിന്നെ ആങ്സൈറ്റി പോലുള്ള ഡിസോർഡറുകളുണ്ട്, മാനസിക പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇത് നമുക്ക് നമ്മളൊക്കെ പനി വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പം പല ടെസ്റ്റുകൾ എടുക്കാറുണ്ട്. അപ്പം മാനസിക ആരോഗ്യത്തെ നിർണ്ണയിക്കാൻ വേണ്ടി എന്തൊക്കെ ടെസ്റ്റുകളാണ്? അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റുകൾ ഉണ്ടോ? അതോ എല്ലാവരും ആ ഒരു ടെസ്റ്റിലൂടെ കടന്നു പോയെങ്കിലേ അത് നിർണ്ണയിക്കാൻ പറ്റുകയുള്ളൂ? എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് രോഗങ്ങളെ ഡയഗ്നോസ് ചെയ്യുന്നത്? ഞാനെന്താ പറയട്ടെ ജിബു, നമ്മളുടെ ഈ ഒരു സ്പെഷ്യാലിറ്റി സൈക്യാട്രി എന്ന് പറയുന്ന 1900s 1900-കളിൽ ആ സമയത്ത് ഫ്രോയിഡ് ഒരു ന്യൂറോളജിസ്റ്റ്, അദ്ദേഹമാണ് ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. പുള്ളി ന്യൂറോളജിസ്റ്റ് ആണ് കേട്ടോ, പുള്ളി സൈക്യാട്രിസ്റ്റ് ആയിരുന്നില്ല. സൈക്യാട്രി എന്നൊരു സ്പെഷ്യാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നത് 1900 തൊട്ടാണ്. കാരണം ഏറ്റവും യങ്സ്റ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റികളിൽ ഒന്നാണ് സൈക്യാട്രി, അല്ലെ മനോരോഗ ചികിത്സാ വിഭാഗം.
അത് എനിക്ക് 50-കൾക്ക് ശേഷം 1952-ലാണ് ആദ്യമായിട്ടൊരു മരുന്ന് അല്ലെ ഒരു ഗുളിക വരുന്നത്. ആഹാ. ഓക്കെ. അപ്പോ ടെസ്റ്റുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് ടെസ്റ്റിങ്ങിന് വേണ്ടി ഉള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ. നമ്മൾ കണ്ടെത്തിയ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് മനോരോഗങ്ങൾ ഒരിക്കലും ഒരു സിംഗിൾ ഫാക്ടർ ഡിസീസ് അല്ല. അതായത് ഒരു ക്രോമസോം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് കൊണ്ടോ ഒരു ബ്ലഡ് ടെസ്റ്റ് മാറിയത് കൊണ്ടോ വരുന്ന ഒരു അസുഖമല്ല മനോരോഗങ്ങൾ. ഉം. ഒന്ന്. രണ്ടാമത്തെ കാര്യം അതിലുള്ള ഘടകങ്ങൾ ഇതിനുള്ള ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ ഓക്കെ. അതിനകത്ത് ബയോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, അതായത് നമ്മളുടെ ജനനികപരമായിട്ടുള്ള പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ നമ്മൾ വളർച്ചയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാകാം, അതല്ലെങ്കിൽ നമ്മൾ ഒരു ഭ്രൂണം അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ അതിനേൽക്കുന്ന ആഘാതങ്ങളാകാം. അപ്പൊ അങ്ങനെയുള്ള ബയോളജിക്കൽ ഫാക്ടേഴ്സ് മൂലം ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചില ആക്സിഡന്റ്സ്, ഇഞ്ചുറീസ്, അങ്ങനെ തലച്ചോറിനുണ്ടാകുന്ന മറ്റു ക്ഷതങ്ങൾ അതുമൂലം നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഉം. ഓക്കെ. അപ്പൊ അതും ഒരു ഫാക്ടറാണ്. ഇതൊക്കെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയും. ഓക്കെ. ഉം. രണ്ടാമതുള്ളത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. നമ്മളുടെ മനസ്സിന്റെ അല്ലെ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്, അത്തരം വ്യക്തിത്വം, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമതുള്ളത് സോഷ്യൽ ഫാക്ടേഴ്സ് എന്നാണ്. സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമ്മളുടെ സോഷ്യൽ ജീവിതം തുടങ്ങുന്നത്, സാമൂഹിക ജീവിതം തുടങ്ങുന്നത് നമ്മളുടെ മാതാപിതാക്കളിൽ നിന്നാണ്, പാരന്റ്സിൽ നിന്നാണ്. അപ്പോ പാരന്റ്സ് ആകാം. ഞങ്ങൾ സൈക്യാട്രിയിൽ ഞങ്ങൾ ചോദിച്ചു വരുമ്പോൾ ഞങ്ങൾ സത്യത്തിൽ അവർ ജനിച്ച വീടിന്റെ ചുറ്റുപാട് തൊട്ട് ഓക്കെ. ചുറ്റുപാടുകളാകാം. ശരിക്കും ഈ ഫാമിലി ട്രീ എന്നൊക്കെ പറയത്തില്ലേ, ഫാമിലി ട്രീ ഒക്കെ നമ്മൾ ഇപ്പം ഞങ്ങള് സൈക്യാട്രിസ്റ്റുകൾ വരുമ്പോഴത്തേനും നമ്മൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിക്കും. വളർന്നു വന്ന ചുറ്റുപാടുകള്, ഫാമിലി എൻവയോൺമെന്റ്, സ്കൂളിൽ എങ്ങനെയായിരുന്നു, ജോലിയിൽ എങ്ങനെയായിരുന്നു, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ ഫാക്ടേഴ്സ് അതിനകത്ത് വരും. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് പലതരത്തിലുള്ള ഘടകങ്ങൾ. അത് നമുക്ക് ബ്രോഡായിട്ട് ബയോളജിക്കൽ അല്ലെങ്കിൽ ജനനികപരമായിട്ടോ ഉള്ള ഫാക്ടേഴ്സ് എന്ന് പറയാം, വ്യക്തിത്വം പോലെയുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയാം, സോഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് ബ്രോഡായിട്ട് പറയാം. ഇതാണ് കാരണം എന്ന് ചോദിച്ചത്. ഇനി ടെസ്റ്റ് ചെയ്യാമോ എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും സിവിയർ മെന്റൽ ഇൽനെസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത് സ്കിസോഫ്രീനിയ അഥവാ ചിത്തഭ്രമം. അതിനകത്ത് ഏകദേശം ഒരു 1/3 ആൾക്കാർക്കും എന്തെങ്കിലും തരത്തിലുള്ള ബ്രെയിനിന് നമ്മളുടെ ഇമേജിംഗ് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അതായത് MRI, CT പോലെയുള്ള ഇമേജിംഗ് സ്റ്റഡീസിന് ബ്രെയിനിന്റെ പല ഏരിയയിലും പല ഭാഗങ്ങളിലും ആ ഭാഗങ്ങളുടെ വോളിയം റിഡക്ഷൻ എന്ന് പറയാം. അതായത് സാധാരണ ഉണ്ടാവേണ്ട അത്രയും വോളിയം ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് പല ഭാഗങ്ങളിലും. ഓക്കെ. അല്ലെ വളരെ നേരത്തെ ചെറുപ്പത്തിലെ തന്നെ അത്തരം ഭാഗങ്ങൾ കുറച്ച് പോയതായി അങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ. ഇല്ലാത്തതായിട്ട് പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്യാത്തതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നീട് ബൈപോളാർ ഡിസോർഡേഴ്സില് പ്രത്യേകിച്ചും നമ്മളുടെ തലച്ചോറിന്റെ നമ്മുടെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ ഉണ്ട്. നമ്മൾ ഉറങ്ങുക, ഉണരുക, കൃത്യസമയത്ത് ഉറങ്ങുക, ആ ഭാഗം ഡിസോർഡേഴ്സിൽ, ബൈപോളാർ ഡിസോർഡേഴ്സിൽ അത് അഫക്റ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ സീസണൽ ആയിട്ടുള്ള ചേഞ്ചസ്, അതായത് വിന്റർ മാസങ്ങൾ, തണുപ്പ് കാലങ്ങളിൽ കൂടുതൽ വരുന്ന ചില ആൾക്കാരിൽ അങ്ങനെ വരാം. അങ്ങനത്തെ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നാട്ടിലൊക്കെ പറഞ്ഞു കേട്ടുള്ളൂ, ചൂട് കൂടുന്ന സമയത്ത് ആളുകൾക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അല്ലെ? അത് ചൂട് കൂടുന്നവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് തീർച്ചയായിട്ടും. പിന്നെ ചില ഹോർമോൺ വ്യതിയാനങ്ങൾ, ഇപ്പം തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ, തൈറോയിഡ് കൂടുതലോ കുറവോ ഉള്ളവർക്ക് അതിനനുസരിച്ച് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ കാണാറുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഷുഗർ എടുത്തു കഴിഞ്ഞാൽ ഷുഗർ ഇതുപോലെ ഡയബറ്റീസും ഇതുപോലെ തന്നെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഡയബറ്റീസിനകത്തും ജനതികമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ നമ്മളുടെ പെരുമാറ്റത്തിൽ ഉണ്ടാവുന്നത്, നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ല, നമ്മൾ ഡയറ്റ് ചെയ്യുന്നില്ല, നമ്മള് എന്തെല്ലാം, അതുപോലെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണല്ലോ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ നമ്മളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലും മൾട്ടി ഫാക്ടോറിയൽ. ഇതിനകത്തൊരു വ്യത്യാസം, ഷുഗറിന് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ ആണ് എന്ന് മനസ്സിലാക്കും, അല്ലെ ഫോളോ അപ്പ് ചെയ്യും. പക്ഷെ ഇത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് എന്ന് കൃത്യമായിട്ട് സ്ഥാപിക്കാനുള്ള ടെസ്റ്റുകൾ കുറവാണ്. എന്ന് പറയുന്നത് പോലെ നമുക്ക് ആ ഡിസ്ഫങ്ഷൻ സൈക്യാട്രിസ്റ്റുകൾ ഇപ്പോഴും ഡയഗ്നോസ് ചെയ്യുന്നത് സിംറ്റം ബേസ്ഡ് അപ്രോച്ചിലാണ്, ലക്ഷണങ്ങൾ വെച്ചിട്ടാണ്.
അത് ഓക്കെ വെച്ചിട്ട് നമ്മളിപ്പം ഒരുപാട് എപ്പോഴും പ്രൈമറി ഡയഗ്നോസിസ് സിംറ്റം ബേസ്ഡ് ആയിട്ടാണ് പോകുന്നത് എങ്കിലും ഓക്കെ നമ്മൾ അബ്ജക്റ്റീവായിട്ട് മറ്റു ബ്ലഡ് ടെസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഓക്കെ ഡിപ്രഷൻ, വിഷാദ രോഗത്തില് നമ്മുടെ ശരീരത്തിലെ ഈ ഇമ്മ്യൂൺ ആക്ടിവിറ്റി ആൻഡ് ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ പനിയൊക്കെ പിടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കുറേയേറെ പ്രോട്ടീനുകളുടെ അളവ് വല്ലാതെ കൂടും. അപ്പൊ അത്തരത്തിലുള്ള ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി ഡിപ്രഷനിലുണ്ട് എന്ന് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തൊരു കാര്യമാണ്. ഓക്കെ പക്ഷെ സിംഗിൾ ആയിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ഇല്ല. കാരണം അതെനിക്ക് തോന്നുന്നു അത് സിംഗിൾ ടെസ്റ്റ് പോസിബിളും ആവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം പല കാരണം, ഡിപ്രഷൻ ഓക്കെ പോലും 1/3 ജനതികമായ കാരണങ്ങളിൽ, അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ തന്നെ പേരൻസിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ ഡിപ്രഷൻ വരുന്നത് സിവിയർ ആയിട്ടുള്ള ഡിപ്രഷനാണ് ഞാൻ പറയുന്നത്. വിഷാദം ഞാൻ സിവിയർ ഡിപ്രഷനാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അതെ അതെ ഒരിക്കലും മൈൽഡ് ആയിട്ടുള്ള ഡിപ്രഷൻ അല്ല ഞാൻ പറയുന്നത്. ഓക്കെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് പറയുന്ന 3 തരത്തിലുള്ള ഡിപ്രഷൻ ഉണ്ട് എന്നാണ്. അത് നമ്മൾ സിംറ്റം ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലാണ് പറയുന്നത്. പലപ്പോഴും മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നുള്ള സിവിയറിറ്റി നമ്മൾ സിംറ്റം ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ട് അസസ് ചെയ്യാനായിട്ട് നമുക്ക് പലതരത്തിലുള്ള സൈക്കോമെട്രിക് ഉപകരണങ്ങളുണ്ട്. സൈക്കോമെട്രിക് സ്കെയിൽസ് എന്ന് പറയും. അത് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സൈക്യാട്രിസ്റ്റോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ ആണ് എപ്പോഴും വെച്ച് നോക്കാം. അല്ലാതെ സ്ക്രീനിങ്ങിനായിട്ട് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പം ഫോർ എക്സാമ്പിൾ പേഷ്യന്റ് ഹെൽത്ത് ക്വസ്റ്റ്യന്, ഡിപ്രഷൻ സ്ക്രീൻ ചെയ്യാനുള്ള ആഗോള തലത്തില് നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് PHQ. പക്ഷെ അതൊരിക്കലും ഒരു ഡോക്ടർ യൂസ് ചെയ്യില്ല. ഡോക്ടർ എന്ന് പറയുന്നത് ഇപ്പോഴൊരു സൈക്യാട്രിസ്റ്റ് ഡിപ്രഷൻ അല്ലാതെ നമുക്ക് സെൽഫ് സ്ക്രീനിങ്ങിന് അത്തരത്തിലുള്ള ടൂൾസ് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പൊ ഇത് ആരാ ഈ ടെസ്റ്റ് ചെയ്യുന്നത്? ആരായിരിക്കണം ഈ ടെസ്റ്റ് നടത്തേണ്ടത്? അത് ട്രെയിൻഡ് ആയിട്ടുള്ള, അത് എല്ലാവർക്കും ചെയ്യാം. നമുക്കിപ്പം ഓൺലൈനിലൊക്കെ ഇഷ്ടം പോലെ വെൽബീയിങ് ആപ്പുകളുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിന് നമുക്ക് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഓരോ മൂഡ് അനുസരിച്ച് ഓരോ കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ എത്രത്തോളം ജെന്യുവിൻ ആണ്? ഇതൊക്കെ ആ റിസൾട്ടുകൾ ആരാണ് ഇത് ശരിക്കും നടത്തേണ്ടത് ഈ ടെസ്റ്റുകൾ? ജെന്യുവിനിറ്റി ഞാൻ കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് ശാസ്ത്രീയമായിട്ട് പറയുകയാണ് എങ്കിൽ നമ്മളൊരു സൈക്കോമെട്രിക് ആയിട്ടുള്ള ഉപകരണത്തിന്റെ വാലിഡിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോ ഞാൻ മെഷർ ചെയ്യുന്ന സാധനം, ഞാൻ മെഷർ ചെയ്യാൻ എടുത്തേക്കുന്ന ഇൻസ്ട്രുമെന്റ് 1 ലിറ്റർ വെള്ളം അളക്കാനാണെങ്കിൽ അത് കൃത്യം 1 ലിറ്റർ വെള്ളത്തിനെ അളക്കുന്നുണ്ടോ, എത്രത്തോളം അത് ആ 1 ലിറ്റർ വെള്ളത്തിനെ അളക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ എത്രത്തോളം ഡിപ്രഷനെ അളക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ വാലിഡിറ്റി എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. സെൻസിറ്റിവിറ്റി ഉണ്ട്, സ്പെസിഫിസിറ്റി ഉണ്ട്. സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എത്ര 100 കേസസ് ഓഫ് ഡിപ്രഷൻ എടുത്താൽ അതിൽ എത്ര എണ്ണത്തിന് ഈ പർട്ടിക്കുലർ ടൂൾ അളക്കുന്നതാണ് സെൻസിറ്റിവിറ്റി. ഓക്കെ, എത്ര ട്രൂ നെഗറ്റീവ്സിനെ 100 പേഷ്യൻസിനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 25 പേർക്കേ ഉള്ളൂ ഡിപ്രഷൻ എന്ന് വിചാരിക്കുക. ബാക്കി 75 പേരിന് ഇത്ര പേരെ കൃത്യമായിട്ട് ഡിപ്രഷൻ ഇല്ല എന്ന് പറയുന്നതാണ് സ്പെസിഫിസിറ്റി. എത്രത്തോളം സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ് സ്പെസിഫിക്. അത്തരം കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. ഞാൻ കൂടുതൽ കൺഫ്യൂഷൻ ആകുന്നില്ല. എത്രത്തോളം എന്നുള്ളത് പലപ്പോഴും സ്ക്രീനിങ് ടൂളുകളിൽ ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു സ്പെസിഫിസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ പൊതുവെ യൂസ് ചെയ്യും. മിക്ക ആപ്പുകളിൽ ഈ സ്ക്രീനിങ് ടൂൾസ് അവൈലബിൾ ആയിട്ടുള്ള സ്ക്രീനിങ് ടൂൾസ് തന്നെയാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. പക്ഷെ സെൽഫ് ഡയഗ്നോസിസ് ഞാൻ ഒരിക്കലും ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് സെൽഫ് മെഡിക്കേഷൻ പോലെ ആയിരിക്കും അല്ലേ? സെൽഫ് മെഡിക്കേഷൻ പോലെ തന്നെയാണ്. സെൽഫ് ഡയഗ്നോസിസ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. നമുക്കിപ്പോ ആരാണ് സ്ക്രീൻ ചെയ്യേണ്ടത്? ഇപ്പൊ നമുക്ക് തോന്നുകയാണ് എനിക്കെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് സ്വയമേ പോയി അത് ടെസ്റ്റ് ചെയ്യാം. യൂണിവേഴ്സൽ സ്ക്രീനിങ് എന്നൊരു പരിപാടിയുണ്ട്. അതായത് നമ്മളെ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പോലെ എല്ലാ കുട്ടികൾക്കും വാക്സിൻ കൊടുക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. എല്ലാവരെയും ഡിപ്രഷൻ സ്ക്രീൻ ചെയ്യും. അത് ചില രാജ്യങ്ങളിലൊക്കെ, ചില വികസിത രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും നടക്കുന്നൊരു കാര്യമാണ് യൂണിവേഴ്സൽ സ്ക്രീനിങ്. അതായത് നമ്മളൊരു പ്രൈമറി കെയർ ഫിസിഷ്യൻ, അവിടെയൊക്കെ എങ്ങനെയാണല്ലോ, ആദ്യം പ്രൈമറി കെയർ ഫിസിഷ്യന്റെ അടുത്ത് പോകണം. റെഫറൽ സിസ്റ്റം ആണ്. ഒരിക്കലും നമുക്ക് നേരെ ഒരു സൈക്യാട്രിസ്റ്റിനെ, ന്യൂറോളജിസ്റ്റിനെ കാണാൻ പറ്റും. അപ്പൊ അവിടെ പ്രൈമറി കെയർ ഫിസിഷ്യൻസ് റൊട്ടീനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സ്ക്രീനിങ് ടൂൾ വെച്ച് ചെല്ലുന്ന എല്ലാവരെയും സ്ക്രീൻ ചെയ്യുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ സ്ക്രീൻ ചെയ്യുന്ന സിസ്റ്റംസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലും അങ്ങനത്തെ സിസ്റ്റംസ്, ഇപ്പം കേരളത്തിലൊക്കെ ആയാലും പല പല പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഉപയോഗിച്ചിട്ട്
അത് സിമ്പിൾ ആയിട്ടുള്ള ടൂളായിട്ട് ആശാ വർക്കേഴ്സിനൊക്കെ ഉപയോഗിച്ച് കമ്മ്യൂണിറ്റി സ്ക്രീനിങ് ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇതുവരെ അത്രയും ഒരു യൂണിവേഴ്സൽ സ്ക്രീനിങ് ഒന്നും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ നിലവിൽ നമ്മുടെ സാഹചര്യത്തിലുള്ള റെക്കമെൻഡേഷൻ ആർക്കെങ്കിലും എന്തെങ്കിലും അത്തരത്തിലൊരു സംശയം തോന്നുന്നുണ്ട് എങ്കിൽ അവർക്ക് ഒന്നുകിൽ ഓൺലൈനായിട്ട് ഇത്തരം ടൂളുകൾ വഴി സ്ക്രീൻ ചെയ്യാം. അതല്ല എങ്കിൽ അതിൽ എന്തെങ്കിലും ഇങ്ങനെ പോയിന്റ് ആയിട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ട് എങ്കിൽ സെൽഫ് ഡയഗ്നോസ് ചെയ്യരുത്, ഒരു സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. സൈക്യാട്രിസ്റ്റിനെ, അതായത് ഒരു മനോരോഗ ചികിത്സകയെ ഞാൻ സ്പെസിഫിക്കലി പറയും എന്തെന്നാൽ അവർക്ക് ആണിത് ഡയഗ്നോസ് ചെയ്യാനുള്ള അധികാരം. അപ്പൊ വേറൊരു മിസ്കൺസെപ്ഷൻ സൈക്യാട്രിസ്റ്റുകളുടെ അടുത്ത് പോയാൽ മരുന്നെടുക്കും. ഓക്കെ, അത് ജീവകാലം മുഴുവനും കഴിക്കണം, അത് വണ്ണം വെക്കും, നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെയുള്ള ഓരോ അല്ല, അത് നമ്മളൊരു ഇപ്പൊ നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടെ, പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെ, പല പേഷ്യൻസും പറഞ്ഞു വിഷമം ഉണ്ടെന്ന് ഫ്രണ്ട്സിനോട് പറഞ്ഞാൽ വാ നമുക്ക് 2 പെഗ് അപ്പൊ നിന്റെ വിഷമമൊക്കെ മാറും. അതവർക്ക് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. വെള്ളം അടിച്ച് മദ്യപിച്ച് ആരോഗ്യ പ്രശ്നമാകുന്നത് കുഴപ്പമില്ല. എന്നാലും സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോകരുത് എന്നൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. അല്ലെ സൈക്യാട്രിസ്റ്റ് മരുന്ന് എഴുതും എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയല്ല, കാര്യങ്ങൾക്കൊക്കെ കുറെ കൂടെ ഒക്കെ ഒരു അവയർനെസ് വന്നു, ആളുകൾ വീണ്ടും അതിനകത്ത് വ്യത്യാസങ്ങൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ സബ്ജക്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തപ്പോൾ ആൾക്കാരൊക്കെ സൈക്യാട്രിയാണോ എടുക്കുന്നത്, വല്ല പീഡിയാട്രിക്സോ ഗൈനക്കോളജിയോ ഒക്കെ എടുത്തൂടെ എന്ന് ചോദിച്ച ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പം ആൾക്കാർക്ക് അവബോധം കൊണ്ടിട്ട് ചോദിച്ച ആൾക്കാർ തന്നെ പല കാര്യങ്ങളിലും അപ്രോച്ച് ചെയ്ത് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക, അവർക്കാണ് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്. മൈൽഡ് മോഡറേറ്റ് കേസസിൽ പല ഡിസീസസ് എല്ലാത്തിന്റെയും അല്ല, ഈ മൈൽഡ് മോഡറേറ്റ് സിവിയർ ഇതെങ്ങനെയാ നമ്മൾ തിരിച്ചറിയുന്നത്? അത് നമ്മൾ എങ്ങനെയാ അതിനെ സ്പെസിഫൈ ചെയ്യുന്നത്? സ്പെസിഫൈ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അത് ഓരോ റോഗത്തിനും അനുസരിച്ചാണ്. അതിനുള്ള ടൂൾ എന്താ? നമ്മൾ കുറച്ച് വളരെ ആക്യുറേറ്റ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ whenever there is serious harm to self, അതായത് നമ്മളുടെ സ്വന്തം ജീവനോ അല്ലെ നമ്മളുടെ ചുറ്റുമുള്ളവർക്കോ അല്ലെ നമ്മൾക്ക് ചുറ്റുമുള്ള മറ്റ് പ്രോപ്പർട്ടിക്കോ നമ്മൾ ഹാം ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ ഒരു നാശം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതെപ്പോഴും സിവിയർ. അതായത് നമ്മൾ നമ്മളെ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. അതിനകത്ത് സൂയിസൈഡ് അറ്റംപ്റ്റ്സ്, ആത്മഹത്യാ പ്രവണതകളാകാം. ചില ആൾക്കാര് ആത്മഹത്യാ പ്രവണത അല്ലാതെ വിഷമം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ കൈമുറിക്കുക, സ്വയം മർദ്ദിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൽക്കഹോൾ പോലത്തെ മറ്റ് സ്വയം നശീകരിക്കപ്പെടാവുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുക, അല്ലെ മറ്റുള്ളവരുടെ ദേഷ്യപ്പെടുക, അടിക്കുക, അങ്ങനത്തെ അഗ്രസീവ് ഫിസിക്കലി അല്ലെങ്കിൽ വെർബലി അഗ്രസീവ് ആവുക. നാശങ്ങൾ എന്ന് പറയുമ്പോൾ ഈ വീട്ടിലുള്ളതോ അല്ലെ ഫോൺ, ചില ആൾക്കാരൊക്കെ ഫോൺ തല്ലിപ്പൊട്ടിക്കുക, അല്ലെ വീട്ടിലുള്ള ടീപ്പോ, നമ്മുടെ ജയ ഹേ സിനിമയിലെ പോലെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിക്കുക, മറ്റുള്ളവരെ അല്ലെ മറ്റു സാധനങ്ങൾ നശിപ്പിക്കുക, അതെപ്പോഴും ഒരു സിവിയർ മെന്റൽ ഇൽനെസിന്റെ ലക്ഷണമാണ്. എപ്പോഴും അത്തരം ഒരു കണ്ടീഷൻ ഉണ്ട് എങ്കിൽ അതൊരു അതൊരു വാർണിംഗ് സൈൻ. തീർച്ചയായിട്ടും ഒരു കംപ്ലീറ്റ്ലി നമ്മളുടെ ഒരു മെന്റലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും സ്വയമോ മറ്റുള്ളവരെയോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയില്ല. അതൊരു വാർണിംഗ് സൈൻ ആണ്. പിന്നെ മറ്റൊരെണ്ണം, നമ്മളുടെ റിയാലിറ്റിയിൽ നിന്ന്, നമ്മളുടെ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോവുകയാണെങ്കിൽ, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുക, ഇല്ലാത്ത ശബ്ദങ്ങൾ കേട്ടെന്ന് പറയുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അല്ലെ തനിയെ ഇരുന്ന് സംസാരിക്കുക, അതും കുറച്ചുകൂടെ പലപ്പോഴും സിവിയർ മെന്റൽ ഇൽനെസിന്റെ ഹാലുസിനേഷൻ ഒക്കെ ഉണ്ടാകുന്നു, ഇല്യൂഷൻസ് ഉണ്ടാകുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ആളുകൾ പറയുന്നത്. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് പൂർണ്ണമായിട്ടും ബ്രെയിനിനെ പറ്റി റിലേറ്റഡ്. നമ്മളുടെ ചെവിയിൽ നമ്മൾ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും, സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, ചെവിയിൽ നിന്ന് അല്ല നമ്മൾ കേൾക്കുന്നത്, ചെവിയിൽ നിന്ന് ഓഡിറ്ററി നെർവ് നമ്മളുടെ ബ്രെയിനിലോട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോ നമ്മൾ കേൾക്കുന്നത് നമുക്ക് ഇവിടെയാണ് എങ്കിലും ശരിക്കും നമ്മൾ ബ്രെയിനിനുള്ളിൽ. അപ്പൊ ഈ ഒരു ഇൻപുട്ട് ഇല്ല എങ്കിലും എന്താ പറയാ, ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്, സ്വിച്ച് ഓഫ് ആണ്, എന്നിട്ട് ലൈറ്റ് കത്തുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യമായിരിക്കും. ഇവിടെ ഇല്ല, സൗണ്ട് ശരിക്കും ഇല്ല, പക്ഷെ നമുക്ക്
ശരിക്കും കേൾക്കാം. അവർക്ക് ഭയങ്കര റിയാലായിട്ട് തോന്നും ഹാലുസിനേഷൻ. അവർക്കത് അവരെ സംബന്ധിച്ചതാണ് അവരുടെ റിയാലിറ്റി. ഈ പർവ്വതമൊക്കെ കയറുന്ന ഈ കൊടുമുടികളൊക്കെ കയറുന്ന ആളുകൾക്ക് ഒരു സർട്ടൻ ഹൈറ്റ് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പം ഈ എവറസ്റ്റർ അവരൊക്കെ കുറെ സ്ഥലം കഴിയുമ്പോഴത്തേന് അവർക്ക് ഈ ഹാലൂസിനേഷൻ ഒക്കെ ഉണ്ടാകാം, അവർക്ക് ബ്ലാക്ക് ഔട്ട് ഉണ്ട്. അത് ഇതുമായിട്ട് കണക്റ്റഡ് ആണോ? അത് നമ്മളിപ്പോ ഡീപ് സീ ഡൈവിങ്ങിലും അതായത് പ്രഷർ ഡിഫറൻസസ് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. ഓക്കെ. പ്രഷർ ഡിഫറൻസസിൽ ഒരു പ്രശ്നം വരാം. ഒന്ന് ഓക്സിജൻ ലെവൽ. ഇപ്പൊ ആൾട്ടിറ്റ്യൂഡ് വരുമ്പോൾ ഓക്സിജൻ ലെവൽ, ഈ രണ്ടിനും നമ്മളുടെ ബ്രെയിൻ ഓക്സിജൻ നമ്മളുടെ ബ്രെയിന് കൃത്യമായ രീതിയിൽ കിട്ടാത്തപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ പ്രഷർ ഡിഫറൻസസിൽ നമ്മൾ ഉയർന്ന മർദ്ദത്തിൽ നിന്ന് താഴ്ന്ന മർദ്ദത്തിൽ നിന്ന് ഉയർന്ന മർദ്ദത്തിലോട്ട് പെട്ടെന്ന് പോവുകയാണ് ഡീപ് സീ ഡൈവിങ്ങിൽ പോവുകയാണെങ്കിൽ നമ്മൾ പറയാം ഡീപ് സീ ഡൈവിങ് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഫ്ലൈറ്റിൽ കയറരുത് എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ഈ ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും അത് ബ്രെയിനിനെ അഫക്ട് ചെയ്യുന്നതുകൊണ്ടാണ്, തലച്ചോറിനെ അഫക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതല്ലാതെ തന്നെ ആണെങ്കിലും ഇപ്പോ പ്രായമായവരിലും കൊച്ചു കുഞ്ഞുങ്ങളിലും ഇപ്പൊ പനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പിച്ചുമ്പേയും പറയാറുണ്ട്. അല്ലെങ്കിൽ നല്ല പനിയുള്ളപ്പം, അല്ലെങ്കിൽ പ്രായമായ ആൾക്കാർക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇല്ലാത്തത് കണ്ടു, പാമ്പിനെ കണ്ടു, അതും ബ്രെയിനില് ആളുകൾ പറയാറുണ്ടല്ലോ പണ്ട്. അത് ICU സൈക്കോസിസ് എന്നൊക്കെ പറയാം. നമ്മൾ അതിനെ ഡെലിവറി, അതൊരു ഒരു ടെമ്പററി ആയിട്ടുള്ള സ്റ്റേജ് ആണ്. അതൊരു കടുത്ത മാനസിക പ്രശ്നമല്ല, അത് വളരെ കോമൺ ആയിട്ട് ഈ പ്രായത്തിലുള്ളവരിൽ കാണുന്നു. പക്ഷെ അത് ടെമ്പററി ആയിട്ട് ഈ കെമിക്കൽസിന്റെ ഇംബാലൻസ് ബ്രെയിനിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ആർക്ക് വേണമെങ്കിലും ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാകാം. ബ്രെയിനിനെയാണ് എന്തും ഫൈനലി ബാധിക്കുന്നത്. പിന്നെ നമ്മളുടെ മറ്റ് ഓർഗൻസിന്, ശരീര അവയവങ്ങളെ വെച്ച് നോക്കുമ്പോൾ ബ്രെയിൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മുടെ തലയോട്ടിക്കുള്ളിൽ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഇരിക്കുന്ന ഒരു അവയവമാണ് ബ്രെയിൻ. ബ്ലഡ് പോലും, രക്തം പോലും ഡയറക്റ്റ് ബ്രെയിനകത്തോട്ട് വലിച്ചെടുക്കത്തില്ല. ബ്രെയിനിലെ രക്തക്കുഴലുകൾക്ക് അവയുടെ ഒരു നമ്മുടെ സാധാരണ നമ്മളുടെ മസിൽസിലോ അല്ലെ ഹൃദയത്തിലോ പോലെ അല്ല, അവിടെ ഒരു ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തു നിന്ന് നമ്മൾ കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും ബ്രെയിനിലോട്ട് വലിച്ചെടുക്കത്തില്ല. അപ്പൊ മരുന്നുകൾ പോലും നമ്മൾ സൈക്കാട്രിക് ഡിസോർഡേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് വരാൻ 2 ആഴ്ചയെങ്കിലും 2-3 ആഴ്ചയെങ്കിലും മിനിമം എടുക്കും. അതാ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കൊണ്ടാണ്. പിന്നെ നമ്മൾ എന്ത് കഴിച്ചാലും ഉടനെ ഫുൾ എഫക്റ്റ് ബ്രെയിനിൽ എത്തത്തില്ല. അത് ക്രോസ് ചെയ്യുന്ന കാര്യങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ വരുമ്പോൾ അവ ബ്രെയിനിനെ അഫക്ട് ചെയ്യും. ചില സാധനങ്ങൾ ബ്രെയിനിനെ അഫക്ട് ചെയ്യും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, ഡിഫറൻസ് സെറ്റായിട്ട്. ഓക്കെ. ചെറുപ്പത്തിലെ കാര്യം, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളുമായിട്ട് യാത്ര ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, സാറേ എൻ്റെ ഇളയ കുട്ടി ഭയങ്കര ആയിട്ട് എന്താ ആക്റ്റീവാണ്, നിയന്ത്രിക്കാനായിട്ട് കഴിയുന്നില്ല. മൂത്ത കുട്ടി കുഴപ്പമില്ല, ഇളയ കുട്ടിയെ എടുത്തു നടക്കണം, ആരെങ്കിലും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് എന്തെങ്കിലും പ്രശ്നമാണോ? ഇത് ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആരോഗ്യ പ്രശ്നത്തിന് എന്തെങ്കിലും കാരണമുണ്ടോ? നമ്മുടെ ചില കുട്ടികളൊക്കെ ഇപ്പോൾ നമ്മൾ ചാനലിലേക്ക് കാണാനുള്ള പല സംഭവങ്ങളും കുട്ടികൾ വളരെ ആക്റ്റീവാണ്, അവർ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ചെറുപ്പകാലത്തിൽ ഉണ്ടാകുന്നത്? അത് നമ്മുടെ ഈ സോഷ്യൽ ചേഞ്ചസ് കൊണ്ടാണോ, ഫാമിലി ഡൈനാമിക്സ് സ്ട്രക്ചറൽ ചേഞ്ചസ് കൊണ്ടാണോ, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്? പല കാരണങ്ങളുണ്ട്. സ്റ്റാർട്ടിങ് വിത്ത് മറ്റേണൽ ഏജ്, അമ്മയുടെ പ്രായം. അമ്മ കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോഴുള്ള അമ്മയുടെ അച്ഛന്റെയും, നമ്മളൊരു തെറ്റിദ്ധാരണയാണ് അമ്മയുടെ പ്രായം മാത്രമേ ഉള്ളൂ. ഓട്ടിസം പോലത്തെ അസുഖങ്ങൾ വരുമ്പോൾ അതിൽ അച്ഛന്റെ പ്രായവും ഒരു ഘടകമാണ്. അപ്പം കുഞ്ഞിനെ കൺസീവ് ചെയ്യുമ്പോൾ ഉള്ള അമ്മയുടെ, മാതാപിതാക്കളുടെ പ്രായം വളരെയധികം അഡ്വാൻസ്ഡ് ആണെങ്കിൽ, ഇപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ യൂത്തുകൾ, മില്ലേനിയൽസ്, ജെൻസി എടുത്തു കഴിഞ്ഞാല് ആരും തന്നെ അങ്ങനെ എന്താ 30 വയസ്സിനുള്ളിൽ കല്യാണം കഴിക്കുക അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും കല്യാണം കഴിക്കുന്ന പ്രായം തന്നെ ഒരു ആഫ്റ്റർ 30 ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പലരും ഗർഭം ധരിക്കുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും. അപ്പം അതൊരു ഫാക്ടറാണ്. മെറ്റേണൽ ഏജ് ആക്ച്വലി ഒരു ഫാക്ടറാണ്. എന്ന് വെച്ചാൽ നേരത്തെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ, അതൊരിക്കലും. എപ്പോഴും പേഴ്സണൽ ചോയ്സിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. പലരും ഇപ്പൊ വേണ്ടാന്ന് തന്നെ തീരുമാനിക്കുന്ന പലരും ഉണ്ട്, വിവാഹം വേണ്ട, അതും തെറ്റാണ്. പേഴ്സണൽ ചോയ്സ് വേറൊരു കാര്യമാണ്, അത് നമുക്ക് ഒരിക്കലും ലേബൽ ചെയ്യാൻ പറ്റില്ല. ഇതിനെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ മെറ്റേണൽ ഏജ് ഒരു ഫാക്ടറാണ്. ഒരുപാട് ഡിലേ ആവുമ്പോൾ ഓട്ടിസം അല്ലെങ്കിൽ ADHD പോലെയുള്ള ഡിസോർഡേഴ്സിന്റെ റിസ്ക് ഉണ്ട്.
കുഞ്ഞിനെ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് അമ്മയ്ക്കുണ്ടാകുന്ന ഈവൻ പനി മാനസിക പോലും സമ്മർദ്ദം. ഓക്കെ. ശരിക്കും മറ്റേണൽ ഇൻഫ്ലുവൻസ, വൈറൽ ഫീവേഴ്സ്, ചിത്തഭ്രമം, സ്കിസോഫ്രീനിയയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഓക്കെ. പണ്ട് പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന വയറ്റിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന എന്ത് തരത്തിലുള്ള എക്സ്പോഷറും ഒരു റിസ്ക് ആണ്. ഓക്കെ. ഓക്കെ. അത് എന്താകാം, പനിയാകാം, ഇൻഫെക്ഷൻസ് ആകാം, എന്ത് തന്നെ വേണമെങ്കിലും ആകാം. പിന്നീട് ആ, അത് കഴിഞ്ഞിട്ട് പിന്നെ വളർന്നു വരുമ്പോഴത്തേക്ക് ഡെലിവറിയുടെ സമയത്ത് ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ്, ഇപ്പം ഓക്കെ. ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, കുഞ്ഞിന് ശ്വാസം ഉം. കിട്ടിയില്ല, കുഞ്ഞ് പെട്ടെന്ന് കരഞ്ഞില്ല. ഓക്കെ. ഓക്കെ. സിസേറിയൻ ആണ്, എന്ത് തരത്തിലുള്ള ബർത്ത് ആയിരുന്നു, ICU കിടക്കേണ്ടി വന്നിട്ടുണ്ടോ. അപ്പൊ ആ ഓക്കെ. കാര്യങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഈ ഓക്സിജന്റെ ഒരു കുറവ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ തന്നെയും തലച്ചോറിന്റെ ആ പ്രായത്തിൽ ബാധിക്കാനുള്ള റിസ്ക് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ഉം. ഒരു ഹിസ്റ്ററി ഉണ്ടായിരിക്കും. അപ്പൊ ആൾക്കാർ ചിലപ്പോൾ ഈ പ്രായമൊന്നും ആ സമയത്ത് ശ്രദ്ധിച്ചെന്ന് വരില്ല. ഓക്കെ. ഇപ്പം ഓക്കെ. ലേറ്റ് പ്രഗ്നൻസീസ് വളരെ കോമൺ ആണ്. നമ്മൾ ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആണ്. ഉം. 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 ഇപ്പൊ ഒരു പുതിയ ട്രെൻഡാണ്. ഇപ്പം കല്യാണം കഴിക്കുന്നത് ലേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് താമസിച്ച് കല്യാണം കഴിച്ചാൽ മതിയെങ്കിൽ നമ്മളുടെ ഓവം അല്ലെ സ്പേം ഫ്രീസ് ചെയ്ത് വെക്കാനുള്ള സൗകര്യം ഓക്കെ. ചില അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുള്ള പുതിയ അന്നേരം ആ ക്വാളിറ്റി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം ഉം. എന്ന രീതിയിലേക്ക് ഇപ്പൊ സാഹചര്യം മാറുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി പ്രിയങ്ക ചോപ്ര ആയിരുന്നു. പുള്ളിക്കാരുടെ അമ്മ ഒബ്സ്ട്രട്ടീഷ്യൻ ആയിരുന്നു, ഗൈനക്കോളജിസ്റ്റ്. ഉം. ഉം. പുള്ളിക്കാരി ആയിരിക്കണം, അങ്ങനെയുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം അവർ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. കാരണം ഫ്രീസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോ മനസ്സിൽ എവിടെയെങ്കിലും കല്യാണം ലേറ്റ് ആയിട്ട് കഴിക്കണമെങ്കിൽ കഴിച്ചോളൂ, കുഴപ്പമില്ല. മനസ്സിൽ എവിടെയെങ്കിലും കുഞ്ഞുങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഓപ്ഷനിലേക്ക് മെഡിക്കൽ സയൻസ് അഡ്വാൻസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ. അത്തരത്തിലുള്ള ഓപ്ഷൻസ് ചിന്തിക്കുന്നതായിരിക്കും ഭേദം. കാരണം ക്വാളിറ്റി ഉം. കുറയും, ജനനിക രോഗങ്ങൾക്കുള്ള റിസ്ക് ഉണ്ട്, ഓക്കെ. ഇത്തരം ബിഹേവിയറൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള റിസ്ക് ഉണ്ട്. ഓക്കെ. പിന്നെ കുഞ്ഞുങ്ങളിൽ മറ്റ് പ്രശ്നങ്ങൾ ഇപ്പം ജനിച്ചതിന് ശേഷമാണേലും ലോകാരോഗ്യ സംഘടന ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് 2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ ഒരു തരത്തിലുള്ള സ്ക്രീൻ, TV ആകട്ടെ ഫോൺ ആകട്ടെ ഒന്നും തന്നെ കാണിക്കരുതെന്നാണ്. ഓക്കെ. അപ്പം നമ്മളുടെയൊക്കെ അടുത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്, 1 വയസ്സ് 1.5 വയസ്സ്, അവർ നേരെ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പേരൻസ് കൊണ്ടുവരും. ഓട്ടിസം ഓക്കെ. ആയിരിക്കാം. ഓട്ടിസം എല്ലാ കേസിലും ഉണ്ടാവണമെന്നില്ല. ചില കേസുകളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പം ഫോൺ അല്ലെങ്കിൽ സ്ക്രീൻ മാറ്റുമ്പോൾ തന്നെ ഒരു വിത്തിൻ 1 or 2 months തന്നെ കുട്ടികൾ ഇംപ്രൂവ് ചെയ്തതാണ്. ഓക്കെ. വിർച്വൽ ഓട്ടിസം എന്നുള്ളൊരു ടേം, അതൊരു ഡയഗ്നോസ്റ്റിക് ടേം അല്ല കേട്ടോ. അത് പലർക്കും ഒരു എന്താ ഇപ്പൊ ജെൻസി വേർഡ് പോലെ സൈക്കോളജിസ്റ്റുകൾ കൊണ്ടുവന്നൊരു ടേം ആണ്. പക്ഷെ അതൊരു റിയൽ ഓട്ടിസം അല്ല. ഓക്കെ. റിയൽ ഓട്ടിസം അത്രയ്ക്ക് ഇംപ്രൂവ് ചെയ്യാൻ ഓക്കെ. 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 പക്ഷേ വെർച്വൽ ഓട്ടിസം ആണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതിനുള്ള വിർച്വൽ ഓട്ടിസം ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഡയഗ്നോസ്റ്റിക് ടേം ആയിട്ട് ഞാൻ പറയല്ല. അത് മോർ ഓഫ് എന്താ, നിങ്ങള് കുട്ടിക്ക് അവരുടെ വളരേണ്ട സമയത്ത് അവർക്ക് വേണ്ട ഒരു ഡെവലപ്മെന്റൽ സ്റ്റിമുലേഷൻ ഉണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കുക, ഇടപെടുക. അത് കിട്ടാതെ നമ്മള് കുഞ്ഞുങ്ങൾക്ക് സ്ക്രീൻ കൊടുക്കുമ്പോൾ അത് അവരുടെ നോർമലായിട്ടുള്ള വളർച്ചയിൽ നിന്ന് അവർ കുറച്ച് വ്യതിചലിച്ചു പോകുന്നു എന്നുള്ളൊരു അർത്ഥം മാത്രമേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. അതായത് നോർമലായിട്ട് ഉണ്ടാവേണ്ട ഡെവലപ്മെന്റ് കൃത്യമായിട്ട് ഉണ്ടാവുന്നില്ല. ഓക്കെ. നമ്മള് അമ്മ അച്ഛ അല്ലെങ്കിൽ നമ്മള് വാക്കുകൾ പറഞ്ഞു കൊടുത്താൽ അത് കേട്ടാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. നമ്മളത് പറയാതെ കുഞ്ഞുങ്ങളുടെ കയ്യിലൊരു ഫോണോ അല്ലെങ്കിൽ അവർക്ക് ഒരു TV വെച്ച് കൊടുത്താൽ അത് അവരുടെ നോർമലായിട്ടുള്ള വളർച്ചയെ ബാധിക്കും എന്നൊരർത്ഥത്തിലാണ്. ഓട്ടിസം ഒരിക്കലും ഒരു ഡയഗ്നോസ്റ്റിക് ടേം അല്ല. ഓക്കെ. ഓക്കെ. മാനസികാരോഗ്യം എല്ലാവരുടെയും അവകാശമാണ്. അത് ഗവൺമെന്റ് തരുന്നൊരു ഉറപ്പാണ്. അപ്പം മാനസികാരോഗ്യം സമൂഹത്തിനുണ്ടാകുവാൻ കുടുംബത്തിനും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടും നാം എടുക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും മാനസികാരോഗ്യം നമ്മുടെ രാജ്യത്തിന്റെ ഒരു സ്ഥിതിയില് ഗവൺമെന്റ് ഒരുപാട് മെഷേഴ്സ് എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രത്യേകിച്ചും അക്സസബിലിറ്റി, ഈ വർഷത്തെ മെന്റൽ ഹെൽത്ത് ടേം എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത്, ഈ മാസം മെന്റൽ ഹെൽത്ത് മന്തായിട്ട് നമ്മളുടെ രാജ്യം ആഘോഷിക്കുകയാണ്. October 10 ആയിരുന്നു വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ. അപ്പോ മെന്റൽ ഹെൽത്ത് അക്സസബിലിറ്റി ആണ് ഈ വർഷത്തെ തീം. ഞങ്ങൾ ഫീബ ഓൺലൈനും ഈ മാസം മെന്റൽ ഹെൽത്ത് മന്തായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ഓരോ ആഴ്ചയിലും അത് തന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്.
നല്ല accessibility and ഇനിഷ്യേറ്റീവ്, testing. തീർച്ചയായിട്ടും വളരെ നല്ല ഇനിഷ്യേറ്റീവ് ആണ്. അപ്പോ അത്തരത്തില് രാജ്യവും നോക്കുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ആചരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവയർനെസ് തീർച്ചയായിട്ടും കൂടുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ചും നമ്മളിപ്പോ എത്ര പൊതുവെ ഒരു ആൾക്കാരുടെ ഒരു ടെൻഡൻസി ജെൻസികളെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കുറ്റം. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ജെൻസികളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നത് അവരാ ഒരു മെന്റൽ ഹെൽത്തിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ ഒരു പ്രീവിയസ് ജനറേഷൻസിനെ പോലെ അല്ല. Okay. ഓക്കെ, അതിന്റെ കാരണങ്ങളും അതിൻ്റെതായ കാരണങ്ങളും ആൾക്കാർ പറയാറുണ്ട്. ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. Okay. എന്ത് തന്നെയായാലും അക്സസബിലിറ്റി ആണ്. അതായത് നമുക്ക് പോയി ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണാം. അക്സസബിലിറ്റി അഗെയിൻ നമ്മൾ പറയുമ്പോഴത്തേന് ഇപ്പോൾ ഇന്ത്യയിലെ സാഹചര്യം മെട്രോ സിറ്റീസിലോ അല്ലെങ്കിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഏരിയാസിലൊക്കെ നമുക്ക് ഇപ്പോഴും ഡോക്ടേഴ്സ് ഉണ്ട്, സൈക്യാട്രിസ്റ്റുകൾ അവൈലബിൾ ആണ്, ആൾക്കാർ കാണാൻ തയ്യാറാണ്. ഓക്കെ, അല്ലെങ്കിൽ ഗവൺമെന്റ് ആണെങ്കിൽ നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം അതിന്റെ ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം വഴി പാവപ്പെട്ടവർക്ക് മരുന്നുകൾ എത്തിക്കാനും സൈക്യാട്രിക് ഡോക്ടേഴ്സിന്റെ സോഷ്യൽ വർക്കേഴ്സിന്റെ ഒക്കെ സേവനം എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട്. സൈക്കോളജിസ്റ്റുകളും ഉണ്ട് നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമില്. Okay. പക്ഷേ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ജംഷഡ്പൂരാണ്, ഇത് ജാർഖണ്ഡാണ്. ഇവിടെയൊക്കെ വരുമ്പോഴത്തേന് ഇപ്പോഴും ആ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാം. ഇപ്പൊ കേരളത്തിലായിരുന്നപ്പോ എനിക്ക് അത്രയും, ബാംഗ്ലൂര് ഒരു ക്വസ്റ്റ്യൻ ഇല്ല, ബാംഗ്ലൂരിൽ എവിടെയും നമുക്ക് അതിന് അക്സസിബിലിറ്റിക്ക് ഒരു പ്രശ്നമില്ല. ഒരു നോർമൽ തൊട്ട് 5 സ്റ്റാർ മെന്റൽ ഹെൽത്ത് അക്സസിബിലിറ്റി വരെ ബാംഗ്ലൂർ മറ്റ് മെട്രോസിലും എല്ലാം, ഡൽഹി എടുത്താലും മുംബൈ നോർമൽ ആയിട്ടുള്ള കൺസൾട്ടേഷൻ തൊട്ട് 5 സ്റ്റാർ കൺസൾട്ടേഷൻ വരെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതേസമയം ഉള്ളിലേക്കുള്ള റൂറൽ ഏരിയാസിൽ, ഇന്ത്യയുടെ റൂറൽ ഏരിയാസിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പോഴും ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം മാസത്തിലൊരിക്കൽ വരുന്നതിന് അപ്പുറത്തേക്ക് അവയർനെസ്സും അക്സസിബിലിറ്റിയും ഇപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ് പലയിടത്തും. ഇതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോ അവകാശമാണ്, അവയർനെസ് ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും സിറ്റുവേഷൻ ഇംപ്രൂവിംഗ് ആണ്. ആൾക്കാർക്ക് അവയർനെസ് എനിക്ക് തോന്നുന്നു ഒരു 10 കൊല്ലം മുമ്പുള്ളതിനേക്കാളും തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട്. ഇത് മുന്നോട്ടായാലും മാറും. പൂർണ്ണമായിട്ടും നമ്മുടെ രീതിയിലേക്ക് അത്തരത്തിലുള്ള ഒരു നേട്ടം കൈവരിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഈ മാനസികാരോഗ്യ മാസമാണല്ലോ നമ്മൾ. അപ്പം ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന ഒരു തീരുമാനം, നമ്മളുടെ ആരോഗ്യം, നമ്മൾ ആരാണ്, നമ്മുടെ ബലഹീനതകളോ അല്ലെങ്കിൽ നമ്മുടെ കുറവുകളെ തിരിച്ചറിയാനും മറ്റുള്ളവരോട് പറയാനും ഹെൽപ്പ് നമ്മൾ ചെയ്യാൻ ആളുകളുണ്ട്. ഗവൺമെന്റ് സ്ഥലത്തിലാണെങ്കിലും ഹോസ്പിറ്റലുകളിലാണെങ്കിലും ഗവൺമെന്റ് പോളിസീസ് ഒത്തിരിയുണ്ട്, ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഒത്തിരിയുണ്ട്. ഇപ്പം ഗവൺമെന്റ് തന്നെ പല ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് അവൈലബിൾ. ഓരോ കേരളത്തിൽ 14 ജില്ലയിലും ഈ സൈക്കോളജിക്കൽ സപ്പോർട്ട് ഹെൽത്ത് പേഴ്സണൽ അതൊരു അവൈലബിൾ ആണ്, ഓരോ ജില്ലയിലും അവൈലബിൾ ആണ്. ദിശ പോലുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട്. അതുപോലെ കേരളത്തിലെ ചിരി എന്തായിരുന്നു മാം, ചിരി കേരള പോലീസിന്റെ ഒരു സംരംഭമാണ്. അത് പ്രധാനമായിട്ടും കുട്ടികൾക്ക്, ചിൽഡ്രൻ ഇൻ ഡിസ്ട്രസ്, നമ്മുടെ മറ്റേ ചൈൽഡ് ലൈനിന്റെ 19-8 പോലെ തന്നെ ചിരി എന്ന് പറഞ്ഞാൽ കേരള പോലീസിന്റെ ഒരു ഹെൽപ്പ് ലൈൻ ആണ്. പിന്നെ വേറൊരു കാര്യം ഇക്കാര്യത്തിൽ ഞാൻ എടുത്തു പറയണമല്ലോ, കേരളത്തില് ഒരിക്കലും മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അതെനിക്ക് അഭിമാനമാണ്. എന്റെ ഒരു സംസ്ഥാനത്തെ പറ്റി തീർച്ചയായിട്ടും അഭിമാനമുള്ളൊരു കാര്യമാണ്. ഒരിക്കലും അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ NMHPയുടെ മാത്രം അല്ലെ കുറെ സൈക്യാട്രിസ്റ്റുകളുടെ മാത്രം അത്തരത്തിലല്ല കേരളത്തിൽ പോകുന്നത്. പോലീസിന്റെ ആയാലും ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. അവർ ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷനുകളുണ്ട്, അല്ലെ അവർ സൈക്കോളജിസ്റ്റുകളെ, ഇത്തരം പ്രശ്നങ്ങളിൽ പെടുന്ന കുട്ടികളെ കൗൺസിൽ ചെയ്യാനും മാറ്റാനുമായിട്ട് സൈക്കോളജിസ്റ്റുകളെ ഓരോ ജില്ലകളിലും അവർ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള ടീമുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാനൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് നാട്ടിലുള്ളപ്പോൾ. രണ്ടാമത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, അവര് വിമുക്തി പോലെ ഡി അഡിക്ഷൻ സെന്റേഴ്സ് മിക്ക ജില്ലകളിലും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡിസ്ട്രിക്ട് ആശുപത്രി അല്ലെ താലൂക്ക് ആശുപത്രിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവര് 10 ബെഡുകളെങ്കിലും മിനിമം മാറ്റി വെച്ചിട്ടുണ്ട് ഡി അഡിക്ഷന് വേണ്ടി. അപ്പോ അങ്ങനത്തെ ഇനിഷ്യേറ്റീവ് ഞാൻ പറഞ്ഞല്ലോ, അതൊരിക്കലും ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ഇത് എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ആണ് അല്ലെ ഡോക്ടർമാരുടെ ആണ്, അങ്ങനെയല്ല. അവിടെ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു പോലീസിനായാലും എക്സൈസിനാണെങ്കിലും അതിന്റെ റൂട്ട് കോസ്
വലിയ സ്കൂൾ അവരുടെ തന്നെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന കുട്ടികൾക്കുള്ള പരിപാടി പല നമ്മുടെ പണ്ടത്തെ NCC ഒക്കെ ഇപ്പോഴും ഉണ്ട്, NCC, സ്കൗട്ട്, സ്കൗട്ട്സ് ഗൈഡ്സ് പോലെ. ആ, പക്ഷെ അതിന്റെ ഒരു പ്രൈമറി അത് ആ റൂട്ട് കോസ് സ്കൂളുകളിൽ നിന്ന് ഇവ ഐഡന്റിഫൈ ചെയ്യാന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് അത് ചെയ്തേക്കുന്നത്. ഓക്കെ അപ്പൊ ആ ഒരു എന്താ ഒരു ഏർലി പ്രിവെൻഷൻ രീതിയിലാണ് കേരളം ഇപ്പൊ പോകുന്നത്. ഓക്കെ അത് തീർച്ചയായിട്ടും അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അല്ലെ സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ആണെങ്കിലും റീപ്രൊഡക്റ്റീവ് ആൻഡ് ഹെൽത്തിനെ പറ്റിയും മെന്റൽ ഹെൽത്തിനെ പറ്റിയും ക്ലാസ്സസ് അതിന് ഫണ്ട് ഒക്കെ ഉണ്ട്. ഓക്കെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ പറ്റി എനിക്കും അറിവുള്ളത്. ഞാൻ വളരെയധികം അപ്രിഷിയേറ്റ് ചെയ്യുന്ന എഫേർട്സ് ആണ് അതൊക്കെ. ഓക്കെ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം, നമ്മുടെ സമൂഹം, നമ്മളെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള മാനസികാരോഗ്യത്തെ പറ്റിയുള്ള ഒരു ബ്രോഡായിട്ട് വളരെ വിശാല മനസ്സുകൊണ്ടാകട്ടെ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ തുറന്നു പറയാനും. തീർച്ചയായിട്ടും ഡോക്ടർ ഇന്ന് നമ്മോടൊപ്പം, ഡോക്ടർ ഗീതു പാർവതി ഇന്ന് നമ്മളോടൊപ്പം പറഞ്ഞ പല കാര്യങ്ങളും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അത് പ്രയോജനമായി. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് എപ്പോഴും ഞങ്ങളെ വിളിക്കാൻ കഴിയും. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 9880221957 എന്ന നമ്പർ ഉപയോഗിക്കാം. info@fibaonline.org എന്ന ഇമെയിൽ ID-യും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇന്നത്തെ ഈ ഫീബ ഓൺലൈൻ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്ന, പ്രത്യേകിച്ച് വളരെ വലിയൊരു സബ്ജക്റ്റ് ആണെങ്കിലും കുറച്ച് സമയത്തിനുള്ളിൽ വളരെ മനോഹരമായിട്ട് ആ മനസ്സിൻ്റെ രീതികൾ, എങ്ങനെയാണ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്, ഒരു വീട്ടിൽ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു തന്ന ഡോക്ടർ ഗീതു പാർവതിയോടുള്ള പ്രത്യേകം നന്ദി. മാം, താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. ഫിബ ഓൺലൈൻ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഈ മാനസികാരോഗ്യ മാസത്തിൽ എല്ലാവർക്കും ഇതൊരു സഹായമാകട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.